എവരിവൺ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് സൂപ്പർ കീവേഡ് ഇൻ ജാവ. സെറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദ ഷോ. അപ്പം സൂപ്പർ കീവേഡ് എന്താണെന്ന് വെച്ചാൽ refers to parent class. A super refers to parent class. Parent classനെയാണ് സൂപ്പർ റെഫർ ചെയ്യുന്നത്. parent class സൂപ്പർ, അതായത് സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ് ആൻഡ് ചൈൽഡിനെ പറയുന്നതാണ്, ചൈൽഡ് ക്ലാസ്സിനെ പറയുന്നതാണ് സബ് ക്ലാസ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു കൺസ്ട്രക്ടർ ആൻഡ് മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പം നെക്സ്റ്റ് ടോപ്പിക്കിൽ മെത്തേഡ് ഓവർ റൈഡിങ് പഠിപ്പിക്കാം. കാൾ ദ പേരന്റ് കൺസ്ട്രക്ടർ ടു ഇൻസ്റ്റാൻസ് ആട്രിബ്യൂട്ട്സ്. അതായത് നമ്മൾ ആ പേരന്റിലുള്ള സൂപ്പർ ആട്രിബ്യൂട്ട്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യും. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ഒരു ക്ലാസ് വേണം. പ്രസന്റ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ജാവ ക്ലാസ്, ന്യൂ ജാവ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പേഴ്സണിൽ ഒരു പേഴ്സണിനെ കൊണ്ട് സ്ട്രിങ്, ഫസ്റ്റ് നെയിം ഉണ്ട്, ഫസ്റ്റ് നെയിം, സോറി, string and ഒരു string ലാസ്റ്റ് നെയിം ഉണ്ടാവും. ലാസ്റ്റ് നെയിം ആൻഡ് നമ്മളെ കൺസ്ട്രക്ടർ പേഴ്സൺ. പേഴ്സൺ ക്ലാസ്സിന്റെ നെയിം തന്നെ ആയിരിക്കണം. പേഴ്സൺ ഞാൻ പാസിംഗ് ആർഗ്യുമെന്റ്സ് സ്ട്രിങ് ആൻഡ് ഫസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ആൻഡ് കൊമ സ്ട്രിങ് ലാസ്റ്റ് നെയിം പാസ് ചെയ്യുന്നത്. This dot first name equals first name we receive, and this dot last name equals last name we receive. അപ്പം കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളുടെ മെയിൻ ജാവ ക്ലാസ്സിൽ പോവുക. നമുക്കൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പേഴ്സൺ object reference person equal to new person constructor. അതിനുശേഷം നമ്മളെ ഫസ്റ്റ് നെയിം ഞാൻ കൊടുക്കുന്നത് എപ്പന സ്പോഞ്ച് ബാബു സ്കൈപ്പാൻസ് കൊടുത്ത് ആൾക്കാർക്ക് മടുത്ത് കാണും. അപ്പം നമ്മൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് ഉള്ള സ്പോഞ്ച് ബാബുവിന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് ഉള്ള നെയിം ആളൊക്കെ കൊടുക്കും. ടോം, ഫസ്റ്റ് നെയിം ടോം, സെക്കൻഡ് നെയിം വിൽഡൻ, ടോം വിൽഡൻ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ടോം വിൽഡൻ. അപ്പം നമ്മളുടെ പേഴ്സൺ വേണമെങ്കിൽ കൂടി കൊടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്തു, ലാസ്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ഷോ മെത്തേഡ് വേണം ഇവിടെ. അതിനുശേഷം ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് ഷോ നെയിം കൊടുക്കാം. ഷോ നെയിം, അതിനുശേഷം this dot first name പ്ലസ് ഒരു സ്പേസ് വേണം, പ്ലസ് ലാസ്റ്റ് നെയിം. സോറി, this dot ലാസ്റ്റ് നെയിം കൊടുക്കാം. this dot ലാസ്റ്റ് നെയിം. ഇനി നമുക്ക് പേഴ്സൺ ഡോട്ട് ഷോ മെത്തേഡ് പറയാം. പേഴ്സൺ വൺ ഡോട്ട് ഷോ മെത്തേഡ് കോൾ ചെയ്ത് ഇനി റൺ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നമ്മൾ പേഴ്സന്റെ നെയിം ഒന്ന് പ്രദീപിച്ചത്. ഇനി നമുക്ക് പറയാം എന്താണ് സൂപ്പർ കീവേഡ് എന്ന്. അതിനുവേണ്ടി നമുക്കൊരു ന്യൂ ക്ലാസ് വേണം. ഇതിനു ശേഷം ഞാനൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ചൈൽഡ് ക്ലാസ്സിൽ ഞാൻ നെയിം കൊടുക്കുന്നത് സ്റ്റുഡൻറ്റ് പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റുഡൻറ്റ് നമ്മൾ ടോം റിസൾട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിന് വന്നതിന് ശേഷം ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഉണ്ടാവും? സ്റ്റുഡൻസ് ഒരു ജി പി ഉണ്ടാവും. സ്റ്റുഡൻറ്റ് ഒപ്പം ജി പി എന്ന് വെച്ചാൽ ജി പി കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. കൺസ്ട്രക്ടർ സ്റ്റുഡൻറ്റ് ക്ലാസ് നെയിം തന്നെ ആയിരിക്കണം. സ്റ്റുഡൻറ്റ്
ഞാൻ പാസിംഗ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാണ്. നമുക്കൊരു സ്ട്രിംഗ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമ്മൾ സോറി നമുക്ക് സ്റ്റുഡൻസ് എക്സ്റ്റൻസ് ചൈൽഡ് ക്ലാസ് അല്ലേ എക്സ്റ്റൻസ് പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുക്കുക പേഴ്സൺ അതിനുശേഷം ഇവിടെ സ്ട്രിംഗ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമുക്കത് ഇരുപത് കിട്ടും ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് നെയിം കോമ WGP കൊടുത്തതിനു ശേഷം നമുക്ക് ദിസ് ഡോട്ട് ഫസ്റ്റ് നെയിം ഈക്വൽസ് ഫസ്റ്റ് നെയിം and this dot last name equals last name this dot GPA sorry this equals GPA അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാൻ നമുക്ക് നോക്കാം there is no arguments concept available in person അതായത് ഇവിടെ നോ ഒരു ആർഗ്യുമെന്റ്സ് ഈ സ്ട്രിംഗ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഈ രണ്ട് ആർഗ്യുമെന്റ്സ് നമുക്ക് ഇല്ലെന്നാണ് പറയുന്നത് അപ്പം പേരന്റ് ക്ലാസ്സിൽ കിടക്കുന്ന ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റുഡന്റ് ചൈൽഡ് ക്ലാസ് ആണ് എക്സ്റ്റൻസ് പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തേക്കില്ലേ അപ്പൊ ഈ രണ്ട് ആർഗ്യുമെന്റ്സ് നമ്മളുടെ ചൈൽഡ് ക്ലാസ്സിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ കീവേഡ് അപ്പം ഇത് രണ്ടും എടുത്ത് ഇവിടെ കളഞ്ഞിട്ട് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞതിനകത്ത് ഫോളോ ചെയ്യുക സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തതിനു ശേഷം സൂപ്പർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കോമൺ ലാസ്റ്റ് നെയിം നൗ ജാവ ഈസ് ഹാപ്പി മനസ്സിലായി ഇപ്പം ജാവ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം സ്റ്റുഡൻറ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് വേണം അപ്പം ഷോ GPA എന്ന് പറഞ്ഞ മെത്തേഡ് വേണം പേഴ്സൺ ഒബ്ജക്റ്റ് പേഴ്സണിനെ ഇൻഹെറിറ്റ് പേഴ്സന്റെ സ്റ്റുഡൻറ് ചൈൽഡ് ക്ലാസ് ആണ് പേഴ്സണിനകത്ത് ഒരു സ്റ്റുഡൻറ്റും വരും ഒരു വലിയ പേഴ്സൺ വരും അപ്പം പേഴ്സൺ ക്ലാസ്സിൽ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്ത് ഇതിന്റെ ഈ ആട്രിബ്യൂട്ട്സ് മെത്തേഡും നമുക്ക് ഈ ഒരു ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം നമുക്ക് നമ്മളുടെ ചൈൽഡ് ക്ലാസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഷോ മെത്തേഡാണ് വോയിഡ് സോറി വോയിഡ് എന്താണ് ഷോ GPA ഷോ GPA എന്ന് പറഞ്ഞ ശേഷം നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് this dot first name is GPA is this dot first name plus GPA okay this കൊടുത്തതിനു ശേഷം GPA is ശേഷം plus this dot GPA GPA ഇന്ത്യയിലാണ് അപ്പം ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലാസ്സിലോട്ട് വരിക മെയിൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം നമുക്ക് സോറി ഞാൻ സ്റ്റുഡൻറ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു സ്റ്റുഡൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് ആണ് സ്റ്റുഡൻറ് വാസ് ന്യൂ സ്റ്റുഡൻറ് ആൻഡ് ക്ലാസ്സിൽ 3 ആർഗ്യുമെന്റ്സ് ഉണ്ട് ഒന്ന് നെയിം ആൻഡ് ഹാരിനകത്ത് ഹാരി ഫസ്റ്റ് നെയിം ഹാരിനകത്ത് സെക്കൻഡ് നെയിം ആൻഡ് ഫോട്ടോ കൊടുക്കാം ഹാരി പോട്ടർ ആൻഡ് GPA 3.33 GPA എടുത്തു അപ്പം ഞാൻ സ്റ്റുഡൻറ് നെയിം ക്രിയേറ്റ് ചെയ്ത് അപ്പം സ്റ്റുഡൻറ് ഡോട്ട് ഷോ GPA
സോ GPA കൊടുത്തു ആ മെത്തേഡ് ഫോളോ ചെയ്തു. ഇതിനുശേഷം പിന്നെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സൂപ്പർ കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പേരന്റ് ക്ലാസ്സിൽ ഒരു അട്രിബ്യൂട്ട്സിനെ നമുക്ക് നമ്മുടെ CPA is 3.33. അപ്പോൾ refers to parent class. അതായത് സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ refers to parent class. സൂപ്പർ എന്ന് പറഞ്ഞത് പേരന്റ് ക്ലാസ്സിൽ റെഫർ ചെയ്യുന്നു. സൂപ്പർ ക്ലാസ് ഉണ്ടാവും, സബ് ക്ലാസ് ഉണ്ടാവും. യൂസ് ടു കൺസ്ട്രക്ടേഴ്സ് ആൻഡ് മെത്തേഡ് ഓവർ റൈറ്റിംഗ്. മെത്തേഡ് ഓവർ റൈഡിങ് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അവിടെ നമ്മൾ പഠിക്കും കൺസ്ട്രക്ടേഴ്സ്. അതായത് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമ്മൾ സ്റ്റുഡൻറ് കൺസ്ട്രക്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റുഡൻറ് കൺസ്ട്രക്ടറിൽ പാസ് ചെയ്യാൻ. അതായത് ഈ ഒരു ആർഗ്യുമെന്റ്സ് നമ്മളെ പേഴ്സണിലുള്ള ഈ പേരന്റ് ക്ലാസ്സിലാണ്. പേരന്റ് ക്ലാസ്സിലുള്ള ഈ ആർഗ്യുമെന്റ്സ് നമ്മളുടെ ചൈൽഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ കൺസ്ട്രക്ടറിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റുഡൻറ് കൺസ്ട്രക്ടറിൽ നമ്മുടെ പേരന്റ് ക്ലാസ്സിലുള്ള ഈ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തിട്ടില്ല. അപ്പോൾ സൂപ്പർ പേജ്, അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂപ്പർ ക്ലാസ് ആണ്. സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ പേരന്റ് ക്ലാസ്സിലെ സാധനം ഇവിടെ യൂസ് ചെയ്യാൻ സൂപ്പർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. അതിനുശേഷം അത് നമ്മൾ കൺസ്ട്രക്ടറിൽ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ടറിൽ ഇപ്പൊ ഈ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവിടെ പാസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം GPA. അപ്പം ഇതിനു വേണ്ടിയാണ് നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ കീവേഡ് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പം ഇത്രയേ ഉള്ളൂ സൂപ്പർ കീവേഡ്. ഇത്രയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ചോദിക്കാം. ഇത് ഫുൾ മനസ്സിലാകാൻ കഴിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. Say, hey you, I am talking to you. If you have learned something new, then help you in 3 easy steps by smashing that like button, drop the comment down below and subscribe if you like to become a fellow pro. Bye bro. Okay bro. See bro.